എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിഷ്ണു കൃഷ്ണൻ്റെ എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യമാണ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻകാർക്കും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജനുവരി മാസത്തിലെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. 2025-26 കാലഘട്ടങ്ങളിൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7 നടത്താനിരിക്കുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലൻ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജനുവരി 17 നിർണായക ബജറ്റ് ചേരുന്നത്. ബജറ്റല്ല, നിയമസഭ ചേരുന്നത്. ബജറ്റിന് മുമ്പ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡുവും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒരു ഗഡുവും നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ധനമന്ത്രി കെ.എൻ. ബാലൻ്റെ നീക്കം. സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനും ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കി പുതിയ പെൻഷൻ പട്ടിക ഇരിക്കാനാണ് സർക്കാർ തീരുമാനം. ഈ മാസം 20-25 ഇടയിൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. മാത്രമല്ല, ജനുവരി മാസം 3200 പെൻഷൻ തുക വരാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകളുണ്ട്. എന്തായാലും ഈ മാർച്ച് മാസത്തിന് മുമ്പ് കുടിശ്ശിക തുക ഒരു ഗഡു വിതരണം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെ സർക്കാരിൻ്റെ സന്തോഷ വാർത്ത അറിയാനും ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തുള്ളൂ. അപ്പം നന്ദി, നമസ്കാരം.